ഇതുപോലെ കരി പിടിച്ച് കറുത്തുപോയ പാത്രം കൊക്കക്കോള ഒഴിച്ചാൽ പുതിയതുപോലെയാകും. നിങ്ങൾ എൻ്റെ ഇരിക്കുന്ന കൊക്കക്കോള കാണുന്നുണ്ടായിരിക്കും. ഇത് കുടിക്കാൻ മാത്രമല്ല, നമുക്ക് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട്. അത് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കലം കണ്ടല്ലോ, ഈ കലത്തിലെ കരി ഇങ്ങനെ കളയാന്നുള്ളതാണ്. നമ്മളെല്ലാം വലിയൊരു പ്രശ്നമാണ് ഇതിനകത്തുണ്ടാകുന്ന ഈ കരി കളയുന്നത്. എത്രയൊക്കെ കഴുകി കളഞ്ഞെന്നുള്ളത് എന്താ ഈ കലത്തിൽ കാണുമ്പോൾ ഇതേപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഇതിന് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊക്കക്കോള വേണം, പിന്നെ നമുക്ക് സോഡാപ്പൊടി ഇടണം. സോഡാപ്പൊടി, പാത്രം കഴുകുന്ന ലിക്വിഡ്, പിന്നെ എന്താ അല്പം കൊക്കക്കോള എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സോഡാപ്പൊടി അതിട്ടപ്പോഴാണ് പതഞ്ഞു പോകുന്നത്. അതിനോടൊപ്പം നമ്മൾ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് ആ ലിക്വിഡും കൂടെ വേണം എടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ പാത്രത്തിലെ കരി ഒന്ന് കഴുകി കാണിക്കാം. സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. നമ്മൾ അത്ര കഴിയാലും എന്താ പോകുന്നതിനൊരു പരിധിയുണ്ട്, അതങ്ങനെയൊന്നും പോകത്തില്ല. പക്ഷേ ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് ഉരച്ച് കഴിയുമ്പോൾ വളരെ എളുപ്പം തന്നെ പോകും. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ലിക്വിഡ് അല്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് തേച്ച് കാണിക്കാം. കണ്ടോ, അതിലുണ്ടായിരുന്ന ആ കരിയെല്ലാം വളരെ എളുപ്പം തന്നെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അതിലുണ്ടായിരുന്ന കരികളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ലാതെ വെള്ളം തൊട്ട് തുടച്ചെന്നോ സോപ്പിട്ട് കഴുകിയെന്ന് പറഞ്ഞാലോ ഇതേപോലെ കരികളൊന്നും പോകണമെന്നില്ല. ഞാൻ ഒരു 15 സെക്കൻഡോളം ഇത് ഉരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്തുണ്ടായിരുന്ന കരികളൊക്കെ പോകുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കാണിക്കാം. വെള്ളം ഒഴിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ എത്ര സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയെന്ന് പറഞ്ഞാലും ഇതുപോലെ അഴുക്ക് പോകണമെന്നില്ല. ഇതിനകത്ത് ഉണ്ടായിരുന്ന ഇതേപോലുള്ള കരികൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്.